രാജ്യത്താകമാനം വൺ നേഷൻ പാർട്ടി തരംഗം പ്രമുഖ പ്രതിപക്ഷമാകുവാൻ സാധ്യത. രാജ്യത്താകമാനമുള്ള സർക്കാർ സംവിധാനങ്ങളുടെ അമരക്കാരായ ലേബർ പാർട്ടിയുടെ തേരോട്ടത്തെ പിടിച്ചുകെട്ടുവാൻ കെൽപ്പില്ലാതെ പോയ പ്രധാന പ്രതിപക്ഷമായിരുന്ന ലിബറൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകി വൺ നേഷൻ മൂന്നാം ശക്തിയായി രാജ്യത്ത് തരംഗമായി മാറുന്നു. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ സൗത്ത് ഓസ്ട്രേലിയയിലും ക്യൂൻസ്ലാൻഡിലും അപ്രതീക്ഷിതമായി വൻ മുന്നേറ്റം നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിക്ടോറിയയിലും തങ്ങളുടെ തായ്വേരുകൾ ഉറപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വൺ നേഷൻ പാർട്ടി. തമ്മിലടിയും പടലപ്പിണക്കവും അധികാര വടംവലിയുമെല്ലാം കൊണ്ട് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ ലിബറൽ പാർട്ടിയുടെ വിടവ് നികത്തുവാൻ പൊതുസമൂഹം വൺ നേഷനെ ആശ്രയിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് നിലവിലുള്ള രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷിക്കൊപ്പം മറ്റൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണ സാധ്യമല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പല സംസ്ഥാനങ്ങളിലും ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിലും പടിപടിയായുള്ള വൺ നേഷൻ പാർട്ടിയുടെ ജനപ്രീതി രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായി വൺ നേഷൻ മാറുന്ന സൂചനകളാണ് നൽകുന്നത്. വിക്ടോറിയയിൽ നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഹിതപരിശോധനയിലും ഏറ്റവും ജനപ്രീതി നേടിയ പാർട്ടിയായി വൺ നേഷൻ അതിശയിപ്പിക്കുന്ന കുതിച്ചുകയറ്റമാണ് നടത്തിയിരിക്കുന്നത്. ലേബറിനേക്കാൾ 25%, സംയുക്ത സഖ്യത്തെക്കാൾ 21% മുന്നിലാണ് വൺ നേഷനെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നത്. ഇത് കാണിക്കുന്നത് രാജ്യത്താകമാനം ഭരണകക്ഷിയായ ലേബർ പാർട്ടിയെ പിടിച്ചുകെട്ടുവാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന പുതിയ രാഷ്ട്രീയ കക്ഷിയായി വൺ നേഷനെ ജനങ്ങൾ കാണുന്നു എന്നു തന്നെയാണ്.